ഹായ്, ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ചെടികൾ സെയിലിനുണ്ട്. അതിൽ ഒന്നാമത്തേതായിട്ട് ബെർലിയ റിപ്പൻസ് എന്ന് പറയുന്ന ഈ പൂ ഇതുണ്ട്. അതാണ് ബെർലിയ റിപ്പൻസ് എന്ന് പറയുന്ന ചെടിയാണ്. വളരെ എളുപ്പത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ വിത്ത് പൊട്ടിത്തെറിച്ച് എല്ലായിടത്തും ഉണ്ടാവും. ഇഷ്ടംപോലെ പ്ലാന്റ്സ് കിട്ടും നമുക്ക്. ഇങ്ങനെ പടർന്ന് നിലത്ത് വെക്കുകയാണെങ്കിലും ഇങ്ങനെ സ്പ്രെഡായിട്ട് വന്നോളും. അല്ല ഹാങ്ങിങ് പോട്ടിലാണെങ്കിലും വയ്ക്കും. ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സാണ് സെയിലിനുള്ളത്. അടുത്തതായിട്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. പൂച്ചവാല് ഷെനിലെ പ്ലാന്റ് എന്ന് പറയും. പൂച്ചവാലിൻ്റെ ഹാങ്ങിങ് ടൈപ്പ് ചെറുത്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. വലുത് മുട്ടൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റാണ്. ചെറിയ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഹാങ്ങിങ് പോട്ടിൽ വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. അടുത്തത് ഹാങ്ങിങ് പെൻസിൽ ക്യാക്ടസിൻ്റെ ഹാങ്ങിങ് ടൈപ്പാണത്. ഇപ്പോൾ നിറയെ ഫ്ലവർ വന്ന സമയമാണ്, ഫ്ലവറിങ് സീസണാണത്. ഒരുപാട് പൂക്കളുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കും. ഇത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതാണ് ഇതിൻ്റെ പൂവ്. ചെറിയ വെള്ള കളറിലുള്ള ചെറിയ പൂക്കളാണ്. അതുപോലെ തന്നെ അരിമണിമാരിയുള്ള ചെറിയ ചെറിയ മുട്ടുകളും അങ്ങനെ ഒരുപാടുണ്ടാവും. ഈ പൂക്കുന്ന സമയത്ത് ഒരുപാട് പൂക്കളുണ്ടാവും. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ്. ഞാനിതൊന്ന് ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ വളരുന്നുണ്ട്. ഇടയ്ക്കൊന്നെടുത്ത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നെടുത്ത് പുറത്തൊക്കെ വെച്ചിട്ട് നല്ലോണം നനയൊക്കെ കൊടുത്ത് വെളിച്ചത്തിൽ വെച്ചിട്ട് തിരിച്ചുള്ളിൽ വെച്ചാൽ മതി. ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. ഈ സൈസിലുള്ള പ്ലാന്റ്, അത്യാവശ്യം വലിപ്പമുള്ള സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് സെയിലുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റാണ്. ഇതും ഹാങ്ങിങ് പ്ലാന്റാണ്. റെഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് സെയിലിനുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. താങ്ക് യു.